എൻ്റെ സിനിമയിൽ നിന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത കുറേ മുഖങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇവരൊക്കെ കണ്ടും മടുത്തെടുക്കണം. ഞങ്ങളിങ്ങനെ മൂന്നുപേര് കണ്ട ഉടനെ പടം ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. കണ്ടു അങ്ങനെ പടം ചെയ്യാട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സങ്കടം തോന്നി. ഇപ്പൊ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ അയ്യോ ഇവരോടൊന്നും അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പം മാജിക് മഷ്റൂം പേര് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് കരളിന്റെ ഉള്ളിൽ നിന്നും പ്രണയത്തിനുള്ളിൽ ആ ഭാഗമാന്ന് തോന്നി ഇപ്പൊ ഭയങ്കര പേരെഴുതി ഹൃദയത്തിൽ പിള്ളേര് പ്രേമം പൊട്ടുമ്പോ എല്ലാ രോഗത്തിന്റെ പേര് എന്റെ രോഗത്തിന്റെ പേര് ഡിപ്രോഷൻ. ഡിപ്രഷൻ. ഇത് അതല്ല കോമഡി സബ്ജക്റ്റാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലെവിടെയാണ് കോമഡി. പല മിമിക്രി ആർട്ടിസ്റ്റുകളെ എൻ്റെ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കേൾക്കുന്നൊരു പേരുണ്ട് മിമിക്രി സിനിമ. അത് വേറെ ഏതെങ്കിലും സംവിധായകൻ്റെ പടത്തിലാണെങ്കിൽ ഫുൾ മിമിക്രിക്കാരാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഇപ്പോഴത്തെ സിനിമയിൽ എല്ലാവരും നോർമൽ ആക്ടിങ് ആണ്, കോമഡി ആണെങ്കിലും. പിന്നെ ആദ്യത്തെ നമുക്ക് അങ്ങനെ ചെയ്താൽ പോലും പറ്റില്ല. പഴയ രമണനെയൊക്കെ ഞങ്ങൾക്ക് കാണാം. അതുപോലെ മതി അങ്ങനെയാണ്. നേരത്തെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ഒരു അടിപൊളി പാട്ട് ഒരുമിച്ച് പാടുന്നില്ല. അത് നമുക്കൊന്ന് പാടിയാലും ഭയങ്കര റേറ്റ് ആയിരുന്നു. എന്നോ ഞാൻ എൻ്റെ മറ്റേ ആ കൊച്ചു പാടുന്ന പാട്ടില്ലേ, അപ്പൊ അത് നല്ല പാട്ടായിരുന്നു. അത് വേറെ ആളല്ലേ ചെയ്ത് നല്ല ആ പാട്ട് ഞാനാ മ്യൂസിക് ചെയ്തു. ഏത് എന്നോ ഞാൻ എൻ്റെ ആ കൊച്ചു പാടുന്ന പാട്ട് നിങ്ങളാ? നമ്മുടെ അതെ, പക്ഷെ അത് നല്ല പാട്ടാണല്ലോ. ഈശോ എന്ന് പറയുന്ന പടം ചെയ്ത സമയത്ത് ഇത് കൺഫ്യൂഷൻ ആകുമെന്ന് അറിയാതെ അങ്ങനൊരു പേടി കൊണ്ടാണ് ഇത് ബൈബിളിൽ നിന്ന് ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ കൊടുത്തത്. അതാണ് പ്രശ്നമായത്. നമ്മളെല്ലാം തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്ന മാജിക് മഷ്റൂമിന്റെ ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നാദൃഷിക, അശോകൻ ചേട്ടൻ, വിഷ്ണു, പൂജ. നമസ്കാരം. നമസ്കാരം. നാദൃഷികയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സംവിധായകനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നാദൃഷിക, അമർ അക്ബർ, കട്ടപ്പന, അതിനുശേഷം ഞങ്ങളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കോംബോയാണ് മാജിക് മഷ്റൂം. ട്രെയിലർ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി പടം നമ്മൾ ചിരിച്ചു ചാകും. അപ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടത്? ഇപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഞങ്ങളൊരു ടീം കോമ്പിനേഷൻ നമ്മൾ എല്ലാവരോടും. ഇപ്പോൾ അശോകൻ ചേട്ടനുണ്ട്, ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്. പിന്നെ ഇതിൻ്റെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ അറിയാം നമ്മുടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ സ്ഥിരം കുറേ കക്ഷികളില്ല നമ്മുടെ ഇതിൽ. എൻ്റെ സിനിമയിൽ നിന്ന് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത കുറേ മുഖങ്ങൾ ഈ സിനിമയിലുണ്ട്, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത്. അവരൊക്കെ വെച്ചിട്ട് ഒരു ചിരിയുടെ മേമ്പൊടിയോടുകൂടിയുള്ള ഒരു നല്ല കഥ പറഞ്ഞ് പോകുന്ന, ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും ചർച്ച പെടേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു എന്താ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ എങ്ങനെയുണ്ട് സിനിമ, കൊള്ളാല്ലേ, നല്ല സിനിമ എന്ന് പറയുന്ന തരത്തിൽ ഒരു സിനിമ. അശോകൻ ചേട്ടാ, കുറെ നാളുകൾക്ക് ശേഷം ഒരു കോമഡി പരിപാടിയായിട്ട് അശോകൻ ചേട്ടനൊക്കെ കോമഡി സിനിമകൾ ആ ഡയലോഗൊക്കെ ഇപ്പോഴും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും ഒരു കോമഡി സിനിമയുടെ ഭാഗമാവുകയാണ്. എന്ത് തോന്നി? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു, നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ടെല്ലാം. പിന്നെ ക്യാരക്ടറൈസേഷനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞ നേരത്തെ നാളെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കഥ പറയുന്നതല്ല, പക്ഷേ അതിൻ്റെ അകത്ത് കുറേ പേരുടെ കഥ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് തമാശയിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ചെറിയ നൊമ്പരങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ക്ലൈമാക്സ് ഉണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇതിൽ. എല്ലാവരും വന്നിട്ടില്ല, പല സ്ഥലത്തായിട്ട് നടക്കുകയാണത്. 23-ാം തീയതി നമ്മുടെ പടത്തിൻ്റെ റിലീസിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ധൃതി പിടിച്ചുള്ള പ്രൊമോഷനും കാര്യങ്ങളും നടക്കുകയാണ്. എന്തായാലും ഒരു രസമൊരുക്കളും പടം. വിഷ്ണു, നിങ്ങൾ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോംബോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആദർശിക്കാനെ കണ്ടില്ലേ? അതിനുശേഷം കട്ടപ്പനയ്ക്കോ മറക്കുന്നതിന് ശേഷം പിന്നെ കാണാറുണ്ട്, പക്ഷെ സിനിമ സംഭവിച്ചിട്ടില്ലെന്നുള്ളൂ. ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. അശോകൻ ചേട്ടൻ, വിഷ്ണു തൊട്ടടുത്ത വീടുകളിൽ, അതേ ജംഗ്ഷനിൽ ചെമ്പൂക്ക്, അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു പടം വരെ നമ്മൾ ഇത്രയും കാലം കണ്ടും മടുത്തെടുക്കണം എല്ലാ ദിവസവും. അല്ല, ഇതിപ്പോ ഞങ്ങള് മൂന്നുപേര് കണ്ട പ്രതീക്ഷിക്കുന്ന കാര്യം നടക്കുന്നില്ല. അല്ല, ഞങ്ങളിങ്ങനെ മൂന്നുപേര് കണ്ട ഉടനെ പടം ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. കണ്ടു അങ്ങനെ പടം ചെയ്യാട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊന്ന് കാത്തിരിക്കുമല്ലോ ഇവരുടെ ഒരു പടം. ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ കട്ടപ്പന കണ്ട് അമർ അക്ബർ കണ്ട് അത്രയും സന്തോഷിക്കുന്ന രണ്ട് സിനിമകളാണ്. അല്ല, അപ്പൊ അത് ഞാനും ബിബിനുമായിരുന്നു അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഇത് പുതിയ ആളാണ്, ആകാശ് ദേവ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരാളാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പിന്നീട് കട്ടപ്പനയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അതിലേക്ക് അങ്ങനെ ഒരു സംഭവം സെറ്റായില്ലായിരുന്നു.
ഈ കഥ കേട്ടപ്പോൾ അതിന് പറ്റിയൊരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ ഇക്കടുത്തേക്ക് പറഞ്ഞിട്ടു. ഇക്ക കേട്ടപ്പോൾ ഇക്കും അതേ ഒരു വൈബ് അടിച്ചുകൊണ്ടാണ് ഈ പടം സംഭവിച്ചത്. പൂജ ഈ ഹിറ്റ് സിനിമകളുടെ മാത്രം ഭാഗമാകുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു നടിയായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ ഇടയിൽ. ഇപ്പൊ പടക്കളം, അതേപോലെ തന്നെ സൂക്ഷ്മദർശിനി, ആവേശം, എല്ലാ പടവും ഹിറ്റ്. ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും പൂജയുടേതായിട്ടുള്ള ഒരു സാധനം അതിനകത്ത് ചെയ്ത് വെച്ചിട്ട് ആളുകൾ മറന്നു പോകാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് മാജിക് മഷ്റൂം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര രസമുള്ള, ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഇപ്പോൾ ഇവിടെ ആ സെറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ഇവരായിട്ടൊന്നും അധികം പരിചയമില്ല. ഭയങ്കര പുതുമയുള്ളൊരു മീൻസ് ക്രൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷെ ഒത്തിരി സ്നേഹത്തോടെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റി, ഒത്തിരി സന്തോഷം നൽകി ഈ പടം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പടം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുമ്പോഴും അതൊക്കെ അത് പ്രതിഫലിക്കും സിനിമയിലൂടെ. ഭയങ്കര രസമുള്ളൊരു, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാ തരം ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഡബ്ബിങ്ങിലൊക്കെ മറ്റുള്ളവരൊക്കെ സീൻ കണ്ട് ഞാൻ ഒത്തിരി ചിരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും അത് നല്ലൊരു സന്തോഷം കൊടുക്കുന്ന സിനിമയായിരിക്കും തോന്നുന്നത്. നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫുള്ളി എന്റർടൈൻമെന്റ്. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. തുടക്കം തന്നെ എങ്ങനെയാണ് ഈ പിള്ളേരെ പ്രേമം പൊട്ടുമ്പോൾ എന്താ രോഗത്തിന്റെ പേര്? ഡിപ്രോഷൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ രോഗം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനല്ല എഴുതിയത്, അവനുണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് എഴുതി വെച്ചേക്കുന്ന സാധനം അത് എടുത്തിട്ട് അതിന് സീൻ ഷൂട്ട് ചെയ്യാന്ന് പറയുന്ന ജോലി എനിക്കുള്ളത്. കറക്റ്റ് കാസ്റ്റ് ചെയ്തത് കറക്റ്റ് ആളുകളെ തന്നെയാണെന്ന് നമുക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പൊ എങ്ങനെയാണ് ഇവരെയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചത്, കറക്റ്റ് ഒരുമിച്ചാക്കിയത്? ഇതിപ്പോ നമുക്ക് സിനിമയില് നമ്മള് ആർട്ടിസ്റ്റുകളെ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ഹീറോ തൊട്ട് സാധാരണഗതിയിൽ നമുക്കുടെ മനസ്സിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് ഇവൻ തന്നെ കൊണ്ടുവന്ന സബ്ജക്റ്റാണ്. ഓപ്ഷൻ പിന്നെ ഇല്ല, അത് മാറ്റി അതാണ്, അത് മാത്രമാണ്, അത് ഫിക്സഡാണ്. അതെ. അപ്പോൾ അതൊഴികെ ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇത് ഇന്ന ആള്, അതല്ലെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന ആള്, ഇത് ഇന്ന ആള്, അദ്ദേഹം ഇല്ലെങ്കിൽ, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ കഥാപാത്രങ്ങൾക്ക് പറ്റിയ അതാണെന്നൊരു മീറ്റർ നോക്കും. ഞാൻ ചെയ്യുന്ന സിനിമകളിൽ സാധാരണഗതിയിൽ പല കഥാപാത്രങ്ങൾ ചെയ്യുന്നത് മിമിക്രിയിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാം ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല കക്ഷികളാണ്. പക്ഷെ ചില സമയത്ത് സംവിധായകൻ ആദർശ എന്നുള്ള പേരുള്ളതിൻ്റെ പേരിൽ പല മിമിക്രി ആർട്ടിസ്റ്റുകളെ എൻ്റെ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കേൾക്കുന്നൊരു പേരുണ്ട്, മിമിക്രി സിനിമ. അത് വേറെ ഏതെങ്കിലും സംവിധായകൻ്റെ പടത്തിലാണെങ്കിൽ ഫുൾ മിമിക്രിക്കാരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ സംവിധാനം ചെയ്യുന്ന പടത്തിൽ ഫുൾ മിമിക്രിക്കാരാണ്. എന്നാൽ പോലും ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന അശോകൻ ചേട്ടൻ, വിഷ്ണു, ജാഫർ, ഇവരൊക്കെ മിമിക്രിക്കാർ തന്നെയാണ്. പിന്നെ ഇപ്പം പൂജ, പിന്നെ എന്താണ് സിദ്ധാർത്ഥ ഭരതൻ, ബോബി, പിന്നെ നമ്മുടെ ആരുടെ അക്ഷയ ഹീറോയിൻ, പിന്നെ അങ്ങനെ മനീഷ, അങ്ങനെ കുറേ അൽത്താഫ്, മീനാക്ഷി, അങ്ങനെ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അഷ്റഫ് ഇലാക്കൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ സ്ഥിരം കണ്ട് ഇന്ന ആളായിരിക്കും നാദർഷയുടെ പടത്തിൽ ഇന്ന, അല്ലെങ്കിൽ നായികയുടെ അച്ഛൻ ഇതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് നമ്മളൊരു നായികയുടെ അച്ഛനായിട്ട് വേറൊരാളാണ് കേൾക്കുന്നത്. അപ്പോൾ നായകൻ്റെ അച്ഛൻ മാത്രമാണ് ജാഫർ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഥാപാത്രങ്ങൾ വന്നു. പക്ഷെ എല്ലാവരും കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഇത് നന്നായി എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. പലപ്പോഴും ഇപ്പോൾ സിദ്ധു വന്ന സമയത്ത് സിദ്ധുവിൻ്റെ അടുത്ത് ചോദിച്ചു, നാഷക ഇത് കാരണം ഒരു ഹ്യൂമർ ബേസ്ഡ് ക്യാരക്ടറാണ് സിദ്ധുവിൻ്റെ ഒരു ലെയറിൽ. സിദ്ധുവിൻ്റെ അടുത്ത് ഇത് ഞാൻ ഈ മീറ്റർ കളിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നണത്, ചെയ്ത് നോക്കാം നമുക്ക്. ഫുൾ കൺഫ്യൂഷനിലായിരുന്നു. അയ്യോ എത്ര ലൗഡായിട്ട് ചെയ്താൽ അത്, ഞാൻ പറഞ്ഞു ഇത്ര ലൗഡ് വേണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ. പക്ഷേ ഫൈനൽ ഇതിൽ വരുമ്പോൾ ഇപ്പോൾ മറ്റേ ഷമീർ അല്ലേ, ഷമീർ, നത്ത്, അബിൻ, അവരൊക്കെ ആദ്യമായിട്ടാണ് അവർ. അപ്പോൾ ആദ്യം നമുക്ക് ഇവരൊക്കെ മീറ്റർ കാണുമ്പോൾ ഓക്കെ ആണോ എന്നൊരു, ചിലത് പെട്ടെന്ന് ഓക്കെ ആവും, ചിലത് നമുക്കിങ്ങനെ 2-3 സീൻ കഴിയുമ്പോഴായിരിക്കും കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ
ഇത് ഇവരല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവില്ല എന്ന് തോന്നുന്നു. അശോക് ചേട്ടനൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്നതിൻ്റെ പേരിൽ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ വേറെ കാര്യം ഒന്നും ഗ്യാപ്പിട്ട് പറഞ്ഞേക്കട്ടെ. ഇതിൽ ഞാൻ സാധാരണ ഇപ്പോഴത്തെ സിനിമയിൽ എല്ലാവരും നോർമൽ ആക്ടിങ് ആണ്, കോമഡി ആണെങ്കിലും. പിന്നെ ആദ്യത്തെ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരാ, പറ്റില്ല. പണ്ട് ചെയ്തേക്കുന്ന പോലെ ചെയ്താൽ മതി. പഴയ രമണനെയൊക്കെ ഞങ്ങൾക്ക് കാണാം. അതുപോലെ മതി എന്നിട്ട് അങ്ങനെ ഒത്തിരി കൂടി ചെയ്തു. ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് നാടകമൊക്കെ മുടിയൊക്കെ പഠിപ്പിക്കുന്ന ആശാന. ബേസിക്കലി നാടകം മനസ്സിലുള്ളതിൻ്റെ പേരിൽ കുറച്ച് ലൗഡായിട്ടായിരിക്കും ചെയ്യുന്ന. പിന്നെ അങ്ങനെ അശോകൻ ചേട്ടൻ കൊച്ചിക്കാരനായിട്ടാണ്, ഇടുക്കിയിലാണെങ്കിലും കൊച്ചിക്കാരനായിട്ടാണ്. അശോകൻ ചേട്ടൻ എവിടെ ഒരു സ്റ്റേജിലോ ഇന്റർവ്യൂലോ എന്തോ പറയുന്ന കേട്ടു, പഴയ ആളുകളുടെ കൂടെ കോമഡി ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു, പുതിയ ആളുകളുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു ചെയ്യാൻ പുതിയ സിനിമയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല അഭിനയിക്കാൻ പറ്റുന്നില്ല എന്നല്ല, ഒരു വ്യത്യാസം പറഞ്ഞ ആ മീറ്ററിലാണ് ഇത് ചെയ്തേക്കണത്. ഓക്കെ. പണ്ട് സാധാരണ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതിൽ കുറച്ച് കൂട്ടിയാണ് ചെയ്തേക്കണം. അപ്പം അങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ആ മീറ്ററിൽ വന്നില്ലെങ്കിൽ ഞാൻ മാത്രം കൂടുതലായി പോകും. അത് നാദൃശ്യമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്കൊന്ന് പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ആ രീതിയല്ല. അപ്പം നമ്മൾ നമ്മുടെ മീറ്ററിലെ പഴയ രീതി ചെയ്താൽ അപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മീറ്റർ അതുപോലെ നിൽക്കണം. അതുകൊണ്ടാണ് ദിലീപ് ഞാനും ഒക്കെ ആയിട്ട് ചെയ്തേക്കണം, സലീം കുമാർ ചെയ്തേക്കണം. ആ മീറ്റർ അങ്ങനെയാണ്. അതാണ് ആദർശം പറഞ്ഞത്, നമുക്ക് അങ്ങനെ വരുമ്പോൾ അവിടെ പിടിക്കാം. ആ ജനറേഷനിലെ ആക്ടേഴ്സിന് എല്ലാവർക്കും രണ്ടു പോവും. അതാണ് എന്തും ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇവരെന്ത് ചെയ്താലും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളതാണ് വേറെ ഒരു കാര്യം. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പൂജ. അപ്പോൾ എൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കാസ്റ്റിംഗ് ആരൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പൂജ. അപ്പോൾ എൻ്റെ അടുത്ത് ആവേശത്തിൽ ഏതൊരു കഥാപാത്രത്തിൻ്റെ പേര് കൊടുത്തല്ലോ, എന്താ സ്വീറ്റി. പിന്നെ വേറൊരു പടത്തിലെ സൂക്ഷ്മദർശിനി ഒരു കഥാപാത്രത്തിന്റെ പേര് എന്താണ്? അതിലെ ആ സീനുണ്ട്, കോണിംഗ് ബെല്ലടിച്ചിട്ട് ഓടിപ്പോയിട്ട് അതൊരു ഇത്തിരി നീളമുള്ള പേരാ. സുലോചന. അത് രോമാഞ്ചത്തിൽ സുലോചന. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഇത് രോമാഞ്ചത്തില് സുലോചനയില്ലേ? ഞാൻ രോമാഞ്ചത്തില് സുലോചന. അപ്പൊ ഞാൻ കണ്ടവിടെ അപ്പൊ പിള്ളേർക്ക് അത് അയ്യോ ഇത് അതാണ് പറഞ്ഞത്, ചെറുതായിട്ട് ചെയ്ത് വെച്ചെങ്കിലേ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ ഉണ്ടാവും പൂജ ചെയ്ത ക്യാരക്ടർ. പൂജയുടെ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു വൈബ്, എക്സ്പീരിയൻസ്, ലൊക്കേഷൻ? നല്ല, അതാ പറഞ്ഞ ഞാൻ ഒത്തിരി സന്തോഷമായിരുന്നു. ഇപ്പോ നമ്മളൊരു സീനിയേഴ്സ് ആണ്, അതെ, പക്ഷെ ഒരു ഭയങ്കര വൈബുള്ള മനുഷ്യന്മാരാണ്. ഇപ്പൊ നമ്മൾ കണ്ട് ചെറുപ്പത്തിൽ കണ്ടു വളർന്ന കുറെ പേര് ഇപ്പൊ ഇല്ല. അപ്പൊ എനിക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സങ്കടം തോന്നും. ഇപ്പൊ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ അയ്യോ ഇവരോടൊന്നും അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ തന്നെ അശോകൻ ചേട്ടൻ്റെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റുമ്പോൾ തന്നെ അതൊരു എന്താ പറയുക, നമുക്കൊരു വേറൊരു എന്തൊരു പ്രൗഡ് ഫീലിങ്ങോ എന്തോ അങ്ങനെയൊക്കെ തോന്നാം. അപ്പൊ എനിക്ക് ഇവരുടെ കൂടെ ഇവരൊക്കെ ഉള്ള സീനിൽ ഒരുമിച്ച് കോമ്പിനേഷനിൽ അഭിനയിക്കാൻ പറ്റി എന്ന് പറയുമ്പം ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതേപോലെ സിദ്ധുവിൻ്റെ ഭാര്യയാണ് ഞാൻ ഇതിൽ. അപ്പോൾ ഈ സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ട് ഇതിലും നമുക്ക് അങ്ങനെ ഇച്ചിരി മെമ്മറബിൾ ആയിട്ടുള്ള സീൻസ് ഉണ്ട്. എല്ലാവരും പിന്നെ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന പോലത്തെ സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഭയങ്കര രസമായിരുന്നു. കൂട്ടത്തിൽ എന്താ വെച്ചാൽ ഒത്തിരി കാസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴേ അവിടെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഡബിങ്ങിന് പോയപ്പോൾ പിന്നെ കാണുന്നു ജോണി ചേട്ടൻ, അജു വർഗീസ്, ഇവരൊക്കെ ഇതിലെത്ര പേരുണ്ട് എന്നുള്ള. എല്ലാവരും കോമഡിയുടെ അങ്ങേറ്റം പീക്ക് ലെവലിൽ നിൽക്കുന്നതാണ്. ചെറിയ വേഷം ചെയ്യാനാണെങ്കിൽ പോലും അത്യാവശ്യം പേരുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന, അത്യാവശ്യം നല്ല കാശും മേടിക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മള് പണ്ടത്തെ സിനിമയിലൊക്കെ ആണെങ്കിൽ എല്ലാ ഇമ്പോർട്ടന്റ് ആക്ടേഴ്സ് ആണ് എല്ലാ റോൾസിലും, ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ. അതുപോലെ തന്നെ ഈ സിനിമയിലും അങ്ങനെയാ, ഒരു വെറുതെ ആരെങ്കിലും വിളിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല. എല്ലാത്തിനും അത്രയും കാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ പെർഫോം ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പൂജയായിട്ടൊരു സീനിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ വെച്ച് പൂജ ഒരു ഡയലോഗ് എൻ്റർ ചെയ്തപ്പോൾ അത് കട്ട് ചെയ്തത് ദിലീപ് ഇവനൊരു നാദൃശ്യം ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. പറയാൻ പറ്റില്ല അതിവിടെ.
ഹ്യൂമറാണ്. ആ സാധനം അപ്പം കിട്ടിയതാണ്. അല്ല അത് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ പിള്ളേർ ഉപയോഗിക്കുന്ന സാധനമാണ്. അല്ല, ആ, അത് ശോഭനേട്ടനൊക്കെ ഭയങ്കര കുറേ രസമായിട്ട് പഴയ സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് അത് ഭയങ്കര രസമാണ് അത് നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്ന ചില കാര്യങ്ങൾ അത് കോമൺ സാധനമാണ്. അത് ഫ്രഷ് ഐറ്റം ഒന്നുമല്ല. പക്ഷെ അതുപോലും അത് നമുക്ക് ആ സിറ്റുവേഷനിൽ ഓക്കെയാണ്. അത് ഏച്ചിട്ടല്ല. അപ്പൊ ചില സാധനങ്ങൾ നമ്മൾ ആ കോമഡി അവിടെ ഇടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ പറഞ്ഞു തരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് റിഹേഴ്സലിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൗണ്ടർ കൂടി പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഡയലോഗ് പോലെ. അതൊക്കെ സക്സസ് ഡയലോഗ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഡബിങ്ങിന്റെ സമയത്ത് ഇക്ക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും കൂടെ പക്ഷെ ഈ കൂട്ടത്തിൽ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, നമുക്കും എന്തും പറയാം. ഇപ്പം നമുക്കിത് നമ്മുടെ സിനിമയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ ഇക്കയാണെങ്കിലും അഷ്റഫിക്കാണെങ്കിലും എല്ലാവരും. അപ്പം ഒരു ഓണർഷിപ്പ് ഫീൽ ചെയ്യും നമുക്ക്. ഈ പടം നന്നായിട്ട് ഓടണം അങ്ങനെ. നായകനാണ് സിനിമയുടെ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ഇപ്പം സബ്ജക്റ്റുമായിട്ട് നാദർഷ്കേനെ അടുത്ത് ചെന്നപ്പം എന്തായിരുന്നു നാദർഷ്കയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്? അത് ആകാശ് ഭയങ്കര ടെൻഷനിലായിരുന്നു അന്നേരം. ആകാശം ഞാൻ കഥ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായിട്ട് ഇത് പക്ഷെ ഓണായിട്ടില്ല. ഞാൻ ഇഷ്കടുത്തൊന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കടുത്തേക്ക് ഞാനും ആകാശ് പിന്നെ ചെല്ലണം. ആകാശ് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവൻ വേറൊരു ടെൻഷനിലായിരുന്നു. കോമഡി സബ്ജക്റ്റാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ പറഞ്ഞത്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലെവിടെയാണ് കോമഡി ഇവൻ പറഞ്ഞു വന്നപ്പോ എല്ലാം ഭയങ്കര ഹ്യൂമർ സീനൊക്കെ ഇവന്റെ വേറൊരു ഇഷ്യൂന്റെ ശേഷം വന്നത്. മാനസികാവസ്ഥ എന്നിട്ട് പറഞ്ഞു ഭയങ്കര ഭീകരതയെ. അപ്പൊ ഞാനൊരു ദൈവം ഇതല്ലല്ലോ ഇങ്ങനല്ലല്ലോ എന്നോട് പറഞ്ഞു. ഇങ്ങനെ പറയട്ടെ ഒരു പണി ചെയ്ത് ഞാൻ സ്ക്രിപ്റ്റായിട്ട് കൊടുക്കുന്നത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് ഞാൻ വായിക്കടാ, ഇത് ഇത്ര സീരിയസ് പരിപാടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞ അങ്ങനെ നോക്കട്ടെ, ഇക്ക വായിച്ചു നോക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇക്കൊക്കെ ആ ഒരു ഇംപ്രഷൻ പോയി എന്നാ പോട്ടേന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രി ഞങ്ങളൊരു 6 മണിയായപ്പോ തിരിച്ചു പോകുന്നുണ്ടാവും. ഇക്കൊരു 9:30 എന്നെ വിളിച്ചേക്കണ്. ഇവിടെ ഉഗ്ര ഹ്യൂമറാണല്ലോ. ഞാൻ വായിക്കുമ്പോ ഓരോ സീലും മീൻസ് അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ആകാശം ആദ്യം പറഞ്ഞപ്പോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തതാണ്. വേറൊരു മാനസികാവസ്ഥ പറഞ്ഞപ്പോ ശരിയാവണ്ടായില്ല. പിന്നെ ഇത് ഇക്ക ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓക്കെ ആയി. പിന്നെ ആകാശ് പ്രൊഡ്യൂസർ അടുത്തൊക്കെ പറയുമ്പോ എല്ലാരും ഹാപ്പിയാണ്. അങ്ങനെ ചില, അതായത് നമ്മൾ പ്രസന്റേഷൻ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു റൈറ്റർ വന്നിട്ട് എൻ്റെ അടുത്തൊരു നല്ല രസമുള്ള ഹ്യൂമറായിട്ടുള്ള സബ്ജക്റ്റ് ഇത് ഞാൻ പറഞ്ഞ് അങ്ങനെ മമ്മൂക്ക കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ അടുത്ത് നിന്ന്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വളരെ കൂളായിട്ട് പറഞ്ഞ് ഭയങ്കര ചിരി, നല്ല ചിരി കിട്ടുന്ന സാധനമാണ്. മമ്മൂക്കനെ കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ കൈയും കാലും വരച്ചിട്ട് നമുക്ക് ഫോണിൽ വേറെ എന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. വെള്ളം വേണോ എന്ന് ചോദിച്ചു. ഈ ഫോണിൽ നോക്കിയിട്ട് തന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചു വെള്ളം വേണോ എന്ന് ചോദിച്ചു. ആ അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. അല്ല, അത് കേട്ടിട്ട് ഇവൻ പറഞ്ഞ അതേപോലെ തന്നെയാണ് കഥ പറഞ്ഞപ്പോൾ ഞാൻ നമുക്കടുത്തോട്ട് നല്ല ഹ്യൂമർ സാധനം പറഞ്ഞ് ചിന്തിക്കുന്നതാണ്. ഇവൻ്റെ ഹ്യൂമർ ആയിട്ടല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സെയിം സിറ്റുവേഷൻ ഞാൻ എൻ്റെ ചേട്ടന് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വന്നപ്പോൾ അനുചേട്ടൻ വായിച്ചിട്ടുണ്ട് തന്നെ അത് അത് നല്ല തമാശയിട്ടല്ല അതിനകത്ത്. ഞാൻ പറഞ്ഞ അത് പക്ഷേ മമ്മൂക്കടുത്ത് പ്രസൻറ്റ് ചെയ്തപ്പോൾ റൈറ്റർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ, കാരണം ഒരു പ്രാവശ്യം ഒറ്റ ചാൻസല്ലേ ഉള്ളൂ അങ്ങനത്തെ സംഭവം. പക്ഷെ ചിലത് വായിക്കുമ്പോൾ നല്ല ചിരി കിട്ടും, ചിലത് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പാരഡി എഴുതുന്ന സമയത്ത് ആണ് എനിക്ക് അതിൻ്റെ ഹ്യൂമർ വർക്ക് ചെയ്യുന്നത്. അതേ സാധനം തന്നെ എനിക്കൊരു കോമഡി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള സെൻസ് ഒന്നുമില്ല. ഞാൻ എഴുതിയാൽ ചിലപ്പോൾ കോമഡി കിട്ടും. ഇവരാദ്യം വന്ന് സ്ക്രിപ്റ്റ് പറയുമ്പോൾ അല്ലേ. പക്ഷെ ഇവർക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇപ്പോൾ വിഷ്ണു ആണെങ്കിലും വിപിനാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് നമ്മളടുത്ത് പറയുമ്പോൾ ഇവരത് അഭിനയിച്ചാണ് കാണിക്കുന്നത്. ആക്ടേഴ്സും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രസ് ചെയ്യും. ഇപ്പം മാജിക് മഷ്റൂം പേര് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി. ഇതെന്താ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര്? ആരാ പേരിട്ടത്? നമ്മുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇത് നമ്മൾ പല പേരുകളും പറഞ്ഞു. യദു എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു റാപ്പ് പോർഷൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ
നമ്മൾ പറഞ്ഞ പല പേരുകൾ വേണം. അങ്ങനെ ആലോചിച്ച സമയത്ത് അവരാണ് പറഞ്ഞത് ഇതിന് മാജിക് മഷ്റൂംസ് എന്ന് പറയും. സാധാരണ എൻ്റെ പടങ്ങൾക്ക് എല്ലാം ഞാനാ പേരിട്ടേക്കണേ. അവർക്ക് തോണി ഇവർ ആദ്യം കൊണ്ടുവന്നപ്പോൾ അത് ഓഡിയൻസ് എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. അതങ്ങനെ പിന്നെ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ എന്നുള്ള പേരൊക്കെ ഞാൻ തന്നെ ഉണ്ട്. അപ്പോൾ പേരിടൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലണമല്ലോ പേരൊക്കെ. അതിനു മുമ്പ് മറ്റവൻ പറഞ്ഞ മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞപ്പോൾ അത് കൊള്ളാം, അത് നോക്കിയപ്പോൾ കൊള്ളാം. സ്ക്രിപ്റ്റിന് പറ്റുന്ന ഒരു അങ്ങനല്ല, അതിനകത്ത് മാജിക് മഷ്റൂം ആ മാജിക് മഷ്റൂം അല്ല, അതിപ്പോഴും പറയാം. അങ്ങനെ ആദ്യം ഒരു ടാഗ് ലൈൻ ഒക്കെ പ്ലാൻ ചെയ്ത് അതെ മാജിക് മഷ്റൂം ഫ്രം കഞ്ഞിക്കുഴിന്നോ അങ്ങനെ അത് പിന്നെ ഫ്രം കഞ്ഞിക്കുഴി എന്നുള്ള അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അത് പിന്നെ കാരണം മാജിക് മഷ്റൂംസ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കൺഫ്യൂഷൻ ആവും, എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും. മറ്റത് അല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റത് ഇട്ടത്. പണ്ട് ഞാൻ ഈശോ എന്ന് പറയുന്ന പടം ചെയ്ത സമയത്ത് ഇത് കൺഫ്യൂഷൻ ആവുമെന്ന് അറിയാതെ അങ്ങനെ ഒരു പേടി കൊണ്ടാണ് ഇത് ബൈബിളിൽ നിന്ന് ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ കൊടുത്തത്. അതാണ് പ്രശ്നമായത്. ഇത് അതല്ല എന്ന് അതിന് ഇത് അതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം അത് പാടുകൊണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ അടിയിൽ ഇനി ഒന്നും ഒരു ടാഗ് ലൈനും വേണ്ട, മാജിക് മഷ്റൂംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കിയാൽ മതി. ഈ മഷ്റൂം ഉണ്ടാവുന്നത് തന്നെ ഒരു മാജിക്കാണ് ആക്ച്വലി. അതിനെക്കുറിച്ച് ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട്. പക്ഷേ ചേട്ടാ, നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ലോക പോലെയുള്ള സിനിമകളൊക്കെ 300 കോടി ക്ലബിലേക്ക് എത്തി. അതേസമയം തന്നെ സർവമായ പോലെയുള്ള സിനിമകൾ 100 കോടി ക്ലബിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അല്ലെ, 100 കോടി ക്ലബിലെത്തി, അതിൻ്റെ മേലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏത് ജോണറിലുള്ള പടമാണ് ഈ ഹിറ്റാകുന്നത് എന്നുള്ളത്, നാളെ മാജിക് മഷ്റൂം 100 കോടി ക്ലബിലേക്ക് എത്തേണ്ട ഒരു പടമായിരിക്കാം. അപ്പോൾ നമുക്കതൊന്നും മനസ്സിലാവത്തില്ല ഏത് രീതിയിലാണ് നമ്മുടെ ഓഡിയൻസ് പോകുന്നത്. ലോകയും സർവമായ രണ്ട് ദിക്കിലുള്ള പടങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ അൺപ്രെഡിക്റ്റബിൾ ആണ് ഹിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഇൻഡസ്ട്രി? നമ്മൾ എന്ത് കൊടുത്താലും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണം, എന്നാലല്ലേ പിന്നെ വരുള്ളൂ. അത് തമാശയാണെങ്കിലും സീരിയസ് ആണെങ്കിലും അതാ പിന്നെ ഇറങ്ങുന്ന സമയത്ത് വേറെ ഓപ്പോസിഷൻ വേറെ കൂടുതൽ പടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർ ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ജോണറിൽ വേറെ സിനിമകൾ വന്നിട്ടുണ്ടാവില്ല. അത് കാണുമ്പോൾ അവർക്കതൊരു ഭയങ്കര ഇഷ്ടമായി. അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും ആൾക്കാർക്ക്. അപ്പോൾ ജോണർ ഏതാണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും എപ്പോഴും അവന് സ്പേസ് ഉണ്ട്. അത് എവിടെയാണെങ്കിലും നല്ല സമയത്ത് അത് വീണാൽ നല്ല ഹ്യൂമർ എപ്പോഴും ഹിറ്റാവും. അത് തന്നെയാണ് നമ്മൾ ബേസ് ചെയ്തേക്കുന്നില്ല. അതിനുള്ള സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ മലയാളി ഓഡിയൻസ് എങ്ങനെ കുറേ ഒരുപാട് ആധികാരികമായി ചിന്തിക്കേണ്ട സിനിമകളാണെങ്കിൽ അത് അങ്ങനെ ചിന്തിച്ച് സക്സസ് ആക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഇരുന്ന് അങ്ങ് സന്തോഷിക്കേണ്ട സിനിമകളാണെങ്കിൽ അത് ആ രീതിയിൽ കണ്ട് സക്സസ് ആകാറുണ്ട്. അപ്പം മാജിക് മഷ്റൂമും നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. ഇപ്പം അതിൽ മ്യൂസിക്കിലേക്ക് വന്നാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നാദിർഷയുടെ പടത്തിലെ മ്യൂസിക് എന്ന് പറയുന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റോടുകൂടിയാണ് നമ്മൾ കാണാറ്. ഇപ്പം അതിലെ എല്ലാ പാട്ടുകളും എല്ലാവരുടെയും പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. ഇപ്പോൾ റിം ചേച്ചിയും ചിത്ര ചേച്ചിയും കൂടെ പാടിയ പാട്ട്, അതുപോലെ തന്നെ ശ്രേയ ഘോഷലും കൂടെ പാടിയ പാട്ട്, ശങ്കർമാദേവൻ ഓക്കെ ഖദീജ പാടിയിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടിരുന്നു ആ പാട്ട് സ്റ്റേജിൽ പാടുന്നത്, രണ്ടുപേരും കൂടെ അച്ഛനും മോളും കൂടെ പാടുന്നത് കേട്ടിരുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു. നല്ല ഭയങ്കര ആനന്ദാശ്രു പൊഴിച്ചോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അത് നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾ പാടിയാൽ നല്ലതാണ്, പക്ഷെ ആഗ്രഹിക്കാനാണ് പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വൈഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മോള് അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും താല്പര്യം പറഞ്ഞിട്ടുണ്ടോ എനിക്കിങ്ങനെ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടണം? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവളുടെ ശബ്ദം നല്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനുള്ളപ്പോൾ പാടിയിട്ടില്ല. ഇതുവരെ പാടിയിട്ടില്ല. അല്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. അവര് ഇരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ മൈക്കൊക്കെ എടുത്തിട്ട് അവള് പാടിയിട്ടുണ്ടാവും. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് മോള് നന്നായിട്ട് പാടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാടിച്ചു നോക്കി. അപ്പോൾ ഇവരൊക്കെ കേൾപ്പിച്ചപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു. പ്രൊഡ്യൂസർ, പിന്നെ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ളവരും ജൂനിയേഴ്സായിട്ടുള്ളവരൊക്കെ ഇത് ഈ ശബ്ദം ഓക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ശരി. ഇപ്പോൾ പാട്ട് ഞാൻ പറഞ്ഞാൽ എല്ലാം നല്ല സിംഗേഴ്സാണ് പാടിയിരിക്കുന്നത്. പ്രൊഡ്യൂസർ ആ രീതിയിലും കൈയഴിഞ്ഞ് സഹായിച്ചാണോ അതോ പിന്നെ സിംഗേഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധിച്ചു? അല്ല, ഇങ്ങനൊരു സിനിമയ്ക്ക് ശങ്കർ മഹാദേവനെ പോലുള്ളൊരു സിംഗർ നല്ല പൈസ കൊടുക്കണം പാടണമെങ്കിൽ.
ഒരു പാട്ടിൻ്റെ ശ്രേയ ഘോഷൽ, ശങ്കർ മഹാദേവൻ, ചിത്ര ചേച്ചി, റിമി, രജനി ജോസ്, മറ്റേ ജാസി ഗിഫ്റ്റ്, വിനീത് ശ്രീനിവാസൻ, ഇവരൊക്കെ കൂടി പാടി. എനിക്കാണ് പാടിയ ആ പാട്ടുകാർക്ക് കൊടുത്തത് തന്നെ 10-25 ലക്ഷം രൂപ അതിൻ്റെ പേയ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലി സിംഗേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ് മാത്രം വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആ സിനിമയുടെ കൂടി നന്മ ഓർത്തിട്ട് തന്നെയാണ്. അതെല്ലാവരും തയ്യാറായൊന്നുമില്ല. പക്ഷെ അതിൽ ഗുണം കിട്ടിയത് ഈ സിനിമയ്ക്ക് കിട്ടിയ പാട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഓഡിയൻസിനും അത് കേൾക്കാനായിട്ട് ഒരു താല്പര്യം വന്നു. ഒരു ലൂപ്പിൽ പെട്ട പോലെയാണ് ഇപ്പം ഒരു സ്ലോ രീതിയിലുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ആ അതന്നെ ആ പാട്ട് അപ്പം കമ്പോസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. അല്ല, അതിപ്പോൾ അമറക്കുടം തുണിയിൽ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. അതിനു മുമ്പ് ഞാൻ ഡയറക്റ്റ് ചെയ്യാത്തൊരു പടത്തിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. ഏതാണെന്നറിയോ? കബഡി കബഡി എന്ന് പറയുന്ന പടത്തിൽ ഞാനാണ് മ്യൂസിക് ഡയറക്ടർ. അതിനകത്ത് കലാഭമണി പാടിയൊരു പാട്ടാണ് മിന്നാമിനിങ്ങി, ആ പാട്ട്. പിന്നെ ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ, ആ പാട്ട് ലിറിക്സും മ്യൂസിക്കും ഞാനാണ്. അത് വിനീത് ശ്രീനിവാസനും റിമിയാണ് പാടിയത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വീണ്ടും അത് എഴുതിയതും മ്യൂസിക് ഞാനാണ്. കൊച്ചി രാജകുമാരൻ തോഴിയാക്കാൻ. ആ, അതിനകത്ത് കുറെ വരികളുണ്ട്. കരളിന്റെ ഉള്ളിൽ നിന്നും പ്രണയത്തിനൂൽ പേരെഴുതി ഹൃദയത്തിൽ അറിയാതെ ഞാൻ എഴുതി. ഇവള് പൊളിഞ്ഞും മറിഞ്ഞും എന്നെ ഇടയ്ക്ക് നീ നോക്കുന്നുണ്ടെന്നറിഞ്ഞെന്നും ഞാൻ നടന്നു, എൻ മനസ്സിൽ ഞാൻ ഉണ്ടെന്ന നേരറിഞ്ഞു. ഇയാള് പലവട്ടം നിന്നോട് പറയാൻ ഞാൻ അടുത്തപ്പോൾ പറയാനുള്ളത് മാത്രം മറന്നുപോയി. ഇവള് പറഞ്ഞില്ലെങ്കിലും പൊന്നെ അറിയാമെങ്കിലും കണ്ണെ അതുമാത്രം കേൾക്കാൻ ഞാൻ കൊതിച്ചുപോയി, എന്നേ കൊതിച്ചു. അങ്ങനെ സിമ്പിൾ സാധനങ്ങൾ പാടിയ സ്ഥിതിക്ക് ഇതിലൊരു പാട്ട് പാടിയാലോ നമുക്ക്? അല്ല, അത് പാടിപ്പോ അങ്ങനെ കൂടി പാടിപ്പോയെന്നുള്ളൂ. പാടിക്കോ ഇതിലൊരു പാട്ട്? ഇല്ല, അത്ര മതി. നേരത്തെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് ഒരു അടിപൊളി പാട്ട് ഒരുമിച്ച് പാടുന്നില്ല, അത് നമുക്കൊന്ന് പാടിയാലോ? ഭയങ്കര റേറ്റ് അതിന്. എന്നാലും ഒന്ന് പാടിത്തരൂ. അശ്വൻ ചേട്ടനൊക്കെ ഒരു പാട്ട് പാടുന്നത് ഞാൻ അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ വെച്ചിരുന്ന പാട്ട് അശ്വൻ ചേട്ടനായിരുന്നു. പക്ഷെ നിങ്ങളിങ്ങനെ പാടില്ലാതെ ശങ്കർ മഹാദേവന് കൊടുത്തിട്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അശ്വൻ ചേട്ടൻ റേറ്റ് കൊണ്ടൊക്കെ ആണെങ്കിൽ അശ്വൻ ചേട്ടൻ പാടി തരാൻ പാട്ട് പാടി പോണതാ അറിയാണ്ട്. എന്നാലും പാടില്ലെന്നാണോ രണ്ടുപേരും? അല്ല, അശ്വൻ ചേട്ടൻ്റെ ഒരു ട്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിമിക്രി മിംസിൻ്റെ ഒക്കെ. അപ്പോൾ അതിന് ഒരു ടൈറ്റിൽ സോങ് ഒക്കെ ഞാനാണ് കമ്പോസ് ചെയ്ത് ലിറിക്സും ഒക്കെ എഴുതിയത്. ഏതേത് ചേട്ടത്? കൊച്ചിയിലെപ്പിടി. അതാണ് കൊച്ചിയിലെപ്പിടി കൊതുകാൻ വെച്ചു, പട്ടി കടിക്കണം പോലൊരു കൊതുകാൻ വെച്ചു എന്നൊക്കെ പറഞ്ഞു. അല്ലേ? നീ തന്നെ മ്യൂസിക് ചെയ്തതും? ആ, മ്യൂസിക്കൽ ലിറിക്സും. ശാന്താടി മുടിയും നീട്ടി കൊച്ചി പിള്ളേർ ചെത്തി നടക്കുന്ന ജംഗ ജഗ മുതലാളി ജംഗ ജഗ ജഗ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലിറിക്സ് അതിനു മുമ്പ് ഇപ്പം ഈ പടത്തിൽ വന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മ്യൂസിക് ചെയ്തതിന് അമറക്കുടം തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷനൊക്കെ സ്വന്തം സംഗീതം അതിൻ്റെ പേരിലാണ് ഇതും ധൈര്യമായിട്ട് സംഗീതം ചെയ്യുന്നത്. അതിനു മുമ്പ് പാട്ട് എഴുത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. മറ്റേ പഞ്ചായത്തിൽ ഹുങ്ക് പെരുത്തവളാരിവള്, അത് ഉഗ്രം പാട്ടാണ്. അത് ഞാൻ എഴുതിയാണ്. റാഫിയുടെ പടത്തിലല്ലേ? റാഫിക്കാട് പടത്തിൽ പാണ്ടിപ്പടയിൽ സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്. പിന്നെ മക്കസായി പിന്നെ ദിലീപിന്റെ കണ്ടാൽ ഞാനൊരു സുന്ദരനാണ് പാട്ടൊക്കെ എഴുതിയ പാട്ടൊക്കെ ദൈവാനുഗ്രഹിച്ചിട്ട്. പിന്നെ പ്രിയൻസാന്റെ പടത്തിൽ എഴുതിയില്ലേ? അത് മക്കസായി. അത് നല്ല രസമായിരുന്നു. മക്കത്തായി അല്ല, മക്കസായി ആണ്. വെട്ടത്തിലല്ലേ? എല്ലാ പാട്ടും ഹിറ്റാണ്. അങ്ങനെയല്ല, സംഭവിക്കുന്നതാണ് ചില. പിന്നെ അതെന്താ പറയാ, ഇപ്പൊ പറയുന്നത് ഹിറ്റാന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ലേ? സ്റ്റേജിൽ ഓഡിയൻസിന് ഒരു പൾസ് ഇല്ലേ? നമ്മൾ മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും പാടിയ പാട്ടാണല്ലോ ഈ സ്റ്റേജിൽ പോയി ഗാനങ്ങളൊക്കെ പാടുന്നത്. അപ്പോൾ ഏതൊക്കെ പാട്ട് പാടിയാലാണ് ഏറ്റവും കൂടുതൽ ജനം തുള്ളണത്, കൈയടിക്കണമെന്ന് അറിയാം നമുക്ക്. അതുപോലത്തെ ഒരു പാട്ടുണ്ടാക്കാണ് നോക്കുന്നത്. ഈ പാട്ടൊക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ ഒരു ബീറ്റാണ്, പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റും.
സമയത്തൊക്കെ ഭയങ്കര ഹിറ്റ്. ഇപ്പൊ വെട്ടത്തിലെ ആ പാട്ടൊക്കെ ആണെങ്കിലും ഒക്കെ അല്ലാതെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ, പല റീലിലെല്ലാം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ചില റീൽസിൽ അടിയിൽ ഞാനിങ്ങനെ പാണ്ടിപ്പടയിലെ പാട്ടൊക്കെ വെച്ചിട്ട് പിള്ളേർ റീൽ ചെയ്യണ അതിൻ്റെ അടിയിൽ പോയി ഞാൻ കമന്റ് ഇട്ട് ഇത് ഞാൻ എഴുതിയെന്നാ എനിക്ക് വേണ്ടി എൻ്റെ പാട്ട് എടുത്തതിന് നന്ദി എന്നൊക്കെ അല്ല ചിലപ്പോ ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനൊന്നും അറിയത്തുണ്ടാവില്ല. അല്ലെങ്കിൽ വിശ്വസിക്കില്ല. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു നാദർഷ അമറക്ബറും തോണിയിലെ പാട്ടൊക്കെ നാദർഷയുടെ ഒരു പാരഡി പാട്ട് പോലത്തെ ഒരു പാട്ടുകളല്ലേ. ഞാൻ പറഞ്ഞ ഏതാണ് ആ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ, അതൊക്കെ നിങ്ങളുടെ ഒരു പാരഡി പാട്ട്. പക്ഷെ അതിനകത്ത് വേറൊരു പാട്ട് അത് നല്ല പാട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഏതാണ് എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് ആ കൊച്ചു പാടുന്ന പാട്ടില്ലേ, അപ്പം അത് നല്ല പാട്ടായിരുന്നു. അത് വേറെ ആളല്ലേ ചെയ്ത്. നല്ല ആ പാട്ട് ഞാനാ മ്യൂസിക് ചെയ്തത്. ഏത് എന്നോ ഞാൻ എൻ്റെ ആ കൊച്ചു പാടുന്ന പാട്ട് നിങ്ങളോ? ഞാൻ പറഞ്ഞു അതെ, പക്ഷെ അത് നല്ല പാട്ടാണല്ലോ. അല്ല ചേട്ടാ, പക്ഷേ അത് നല്ല പാട്ടാണല്ലോ എന്ന്. പാട്ട് കണ്ണൂ നില കായൽ കരൽ കണ്ണാടി നല്ല പാട്ട് ഒന്നും ഞാനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നാ വേറെ ഏതെങ്കിലും ദിലീപിന്റെ ഒക്കെ പടത്തില് എന്തെങ്കിലും അൽക്കുലത്ത് പാട്ട് എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ പേരിൽ പാട്ട് ഏതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അല്ല ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനല്ലടാ, അത് വേറെ ആൾക്കാർ. എന്തായാലും വെൽ പാക്കഡ് ആണ് മാജിക് മഷ്റൂം. നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പടം. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ നാളെ നിങ്ങളെ പോകുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവരെല്ലാം ശോഭൻ ചേട്ടനെയും എല്ലാവരെയും നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണാൻ, നിങ്ങളുടെ ഡയലോഗുകൾ ഇനി ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡയലോഗുകൾ ഞങ്ങൾക്ക് ഇനിയും ഉപയോഗിക്കാനുള്ള അങ്ങനത്തെ ഡയലോഗൊക്കെ ഞങ്ങൾക്കും കിട്ടട്ടെ. ഹാപ്പി ആയിട്ട് എല്ലാവരും പടം കണ്ട് തിയേറ്ററിൽ നിന്ന് പോകട്ടെ. എല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സന്തോഷിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.